നെക്പോയിന്റ് കേരള PSC യിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കേരള PSC മെക്കാനിക്കൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. വരാനിരിക്കുന്ന പോളി ലെക്ചറർ അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, isothermal compression though the most efficient but it is not practicable because. എന്തുകൊണ്ടാണ് ഐസോതെർമൽ കംപ്രഷൻ പ്രാക്ടിക്കബിളി പോസിബിൾ അല്ലാത്തത് എന്നുള്ളതാണ്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇറ്റ് റിക്വയർസ് എ വെരി ബിഗ് സിലിണ്ടർ, ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് പ്രഷർ മച്ച്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇൻ പ്രാക്ടീസ്, ദ കംപ്രസർ ഹാസ് ടു റൺ അറ്റ് വെരി സ്ലോ സ്പീഡ് ടു അച്ചീവ് ഇറ്റ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന കംപ്രസർ വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സിമ്പിൾ മെക്കാനിസം കൺസിസ്റ്റ് ഓഫ് 11 simple revolute joints and 9 links. What is the degree of freedom of the mechanism? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. തിയറി ഓഫ് മെഷീൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ ആണ്. നമുക്ക് ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 2 ആണ്. ദാറ്റ് ഈസ് F is equal to 3 into n-1 minus 2j minus h. ഗ്രബ്ലേഴ്സ് ക്രൈറ്റീരിയൻ എന്നാണ് ഈ ഒരു ഇക്വേഷന്റെ പേര് അറിയപ്പെടുന്നത്. ഇതിൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലിങ്ക്സ് ആണ്, j എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ജോയിൻസ് ആണ്, h എന്ന് പറഞ്ഞാൽ ഹയർ പെയർ ആണ്, നമ്പർ ഓഫ് ഹയർ പെയർ ആണ്. ക്വസ്റ്റ്യനിൽ ജോയിൻസും ലിങ്ക്സും തന്നിട്ടുണ്ട്, ഹയർ പെയർ തന്നിട്ടില്ല. ഹയർ പെയർ ഇപ്പൊ 0 ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2 ആയിരിക്കും നമുക്ക് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, maximum shear stress developed on the surface of a solid circular shaft under pure torsion is 240 megapascal. If the shaft diameter is doubled, then the maximum shear stress developed corresponding to the same torque will be. നമുക്ക് ഷാഫ്റ്റിന്റെ കേസിൽ ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻസ് അറിയേണ്ടതായിട്ടുണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ടോ ഈസ് ഈക്വൽ ടു 16t/πd³ ആണ്. ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡയമീറ്റർ ക്യൂബ് എന്നുള്ളതാണ്. അപ്പോൾ ഡയമീറ്റർ ഡബിൾ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ടൈംസ് ഷിയർ സ്ട്രെസ് റെഡ്യൂസ് ചെയ്തു എന്നാണ്. അപ്പോൾ 240/8 30 മെഗാപാസ്കലാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, to avoid self-engagement in con clutch, its semi-con angle is always kept. Semi-con angle എങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക? നമുക്ക് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഗ്രേറ്റർ ദാൻ ദി ആംഗിൾ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. പഠിച്ചു വയ്ക്കുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മാക്സിമം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം അറ്റ് ദി ഇലാസ്റ്റിക് ലിമിറ്റ് പോയിന്റ് ഈസ്. ഇലാസ്റ്റിക് പോയിന്റിൽ ഇലാസ്റ്റിക് ലിമിറ്റിലുള്ള മാക്സിമം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയത്തിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. റെസിലിയൻസ്, മോഡുലസ് ഓഫ് റെസിലിയൻസ്, പ്രൂഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് ടഫ്നെസ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, മോഡുലസ് ഓഫ് ടഫ്നെസ് ആണ്. എന്താണ് പ്രൂഫ് റെസിലിയൻസ് എന്ന മാക്സിമം സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റിനെയാണ് നമ്മൾ പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം, അതാണ് മാക്സിമം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ് മോഡുലസ് ഓഫ് ടഫ്നെസ് എന്ന് പറയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, a bullet of mass 0.3 kg moving with a speed of 400 meter per second penetrates 12 cm into a fixed block of wood. The average force exerted by the wood on the bullet will be. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും, ഇനീഷ്യൽ വെലോസിറ്റി 400 ആണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഡീസലറേഷൻ ആണ് സംഭവിക്കുക ബുള്ളറ്റിന്. when it is penetrating into a wood, the bullet will be decelerated. So we have to find out the value of acceleration and displacement. You can take it as 12 centimeter. നമുക്ക് അത് കിട്ടുന്ന ആക്സിലറേഷൻ മൈനസ് അത്രയും ഒരു വലിയ വാല്യൂ ആയിരിക്കും വരുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് 20 kN ആയിരിക്കും കിട്ടുക.
Seventh question. Lumped parameter analysis for transient heat conduction is essentially valid of. Lumped parameter analysis ഏത് വാല്യൂ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ലംപ്ഡ് പാരാമീറ്റർ അനാലിസിസിൽ ബയോട്ട് നമ്പർ എന്ന് പറയുന്നത്. ബയോട്ട് നമ്പർ ലെസ് ദാൻ 0.1 വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ട്രാൻസിയന്റ് ഹീറ്റ് കണ്ടക്ഷനിൽ അത് യൂസ് ചെയ്യുന്നത്. ബയോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ എക്സ്റ്റേണൽ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. All gases behaves ideally under. ഐഡിയൽ ബിഹേവിയർ ഗ്യാസസ് കാണിക്കുന്നത് ഏത് കണ്ടീഷനിലാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. ലോ പ്രഷർ കണ്ടീഷൻസിലാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്. The reading of differential manometer of a venturi meter placed at 45 to the horizontal is 11 cm. If the venturi meter is turned to the horizontal position, the manometer reading will be. മാനോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും സെയിം 11 തന്നെ ആയിരിക്കും. കാരണം അത് എങ്ങനെ വെച്ചാലും വെഞ്ചുറി മീറ്റർ ഇൻക്ലൈൻ ചെയ്ത് വെച്ചാലും ഹൊറിസോണ്ടൽ പൊസിഷൻ വെച്ചാലും റീഡിംഗ് മാനോമീറ്ററിന്റെ കേസിൽ സെയിം ആയിരിക്കും. When venturi meter is inclined, then also shows the same reading. Inclination does not cause any effect on the reading. 10th question. A floating body is said to be in stable equilibrium if. ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിൽ നമ്മൾ ഇക്വിലിബ്രിയം നോക്കുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ് വെച്ചിട്ടാണ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെറ്റാസെൻറ്റർ ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് പോസിറ്റീവ് വാല്യൂ വരുമ്പോൾ, അല്ലെങ്കിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് മെറ്റാസെൻട്രിക് ഹൈറ്റ് മെറ്റാസെൻറ്റർ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് അബവ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിലാണ് ഈ പറയുന്ന പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ, മെറ്റാസെൻട്രിക് ഹൈറ്റ് പോസിറ്റീവ് വാല്യൂ ആണെങ്കിലാണ് ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാവുള്ളൂ. Which of the following incorrect regarding continuous tip formation? 4 ഓപ്ഷൻസ് ഉണ്ട്. It requires ductile material of workpiece. അത് കറക്റ്റ് ആണ്. It requires low rake angle of cutting tool. It generates very high frictional heat. It's difficult to handle. Continuous tips difficult to handle ആണ്. It requires generate high frictional heat ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഹൈ സ്പീഡ് ഓപ്പറേഷനിലാണ് കണ്ടിന്യൂസ് ടിപ്പ് ഫോം ചെയ്യുന്നത്. ഡക്റ്റൈൽ മെറ്റീരിയലാണ്. പക്ഷെ ലോ റേക്ക് ആംഗിൾ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഇതല്ല. ഹൈ റേക്ക് ആംഗിളിലാണ് പൊതുവെ കണ്ടിന്യൂസ് ടിപ്പ് ഫോം ചെയ്യുന്നത്. ഡക്റ്റൈൽ മെറ്റീരിയൽ ആയിരിക്കണം, ഹൈ സ്പീഡ് കട്ടിങ് ആയിരിക്കണം, സ്മോൾ ചിപ്പ് തിക്നെസ്സിൽ ആണ് ഉണ്ടാവുള്ളൂ. ഹൈ ചിപ്പ് തിക്നെസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ടിപ്പ് ഉണ്ടാവില്ല. ലാർജ് റേക്ക് ആംഗിളിന്റെ കേസിലാണ് കണ്ടിന്യൂസ് ടിപ്പ് ഉണ്ടാവുന്നത്. ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലോ റേക്ക് ആംഗിൾ എന്നുള്ളതാണ്. How much percentage of carbon is present in high speed steel which is specified by 1841? ഹൈ സ്പീഡ് സ്റ്റീലിന്റെ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഓപ്ഷൻസും ഉണ്ട്. 418.1.7. അപ്പൊ ഈ 1841 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് സ്റ്റീലിന്റെ കേസിൽ 18% എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ ആയിരിക്കും, 4% ക്രോമിയം, 1% വനേഡിയം ആയിരിക്കും. അപ്പൊ ഇവിടെ കാർബണിന്റെ പെർസെൻറ്റേജ് 18.4 തന്നിട്ടില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അത് 0.7% കാർബൺ ആണ്. ദാറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദി ബ്രാൻഡ് നെയിം, അല്ലെങ്കിൽ ആ നെയിമിനകത്ത് അത് പറഞ്ഞിട്ടില്ല. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഓട്ടോ കൊളിമേറ്റർ ഈസ് യൂസ്ഡ് ഫോർ. ഓട്ടോ കൊളിമേറ്റർ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഓട്ടോ കൊളിമേറ്റർ എന്ന് പറഞ്ഞാൽ മെഷറിംഗ് സ്മോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഓൺ ഫ്ലാറ്റ് സർഫസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. 14th ക്വസ്റ്റ്യൻ കാണാം. മാച്ച് NC കോഡ്സ്, ന്യൂമറിക്കൽ കൺട്രോൾ കോഡ്സ് വിത്ത് ദർ ഓപ്ഷൻസ് എന്നാണ്. ഇതിൽ M03 എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ്. M04 സ്പിൻഡിൽ റൊട്ടേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ്. G04 എന്ന് പറഞ്ഞാൽ ഡെൽ ആണ്. M08 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളൻ സപ്ലൈ ഓൺ ആണ്. M09 എന്ന് പറഞ്ഞാൽ കൂളൻ സപ്ലൈന്റെ ഓഫ് എന്നാണ്. അതുപോലെ G00 റാപ്പിഡ് ട്രാവേഴ്സ്, G01 ലീനിയർ ഇന്റർപോളേഷൻ, അങ്ങനെ ഒരുപാട് കോഡുകളുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ 2 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഇങ്ങനെയായിരിക്കും അതിന്റെ മാച്ചിങ് ഉണ്ടാവുക. 15th ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് വെൻ ദ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ഓൺ എ പൈപ്പ് എക്സീഡ്സ് ദ ക്രിട്ടിക്കൽ വാല്യൂ? അതിനെയാണ് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ നമ്മൾ പറയുന്നത്. ക്രിട്ടിക്കൽ തിക്നെസ് ഇൻസുലേഷനിൽ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും ഉണ്ടാവുക. ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എത്തുന്നതിന് മുന്നേ അത് കഴിഞ്ഞും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്തായിരിക്കും? ഡിക്രീസ് ചെയ്തിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ്
ആൻസർ ആയിട്ട് വരുന്നത്. ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഫോർ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് K/H ആണ്. K എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി, H എന്ന് പറഞ്ഞാൽ കൺവെർട്ടീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ്. സ്പിയറിന്റെ കേസിൽ 2K/H ആണ്. ഓക്കെ, അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇക്വേഷൻസ് ആണ്. 16th question, for the fluid flowing over a flat plate with the Prandtil number greater than unity, the thermal boundary layer for laminar forced convection is. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ പ്രാൻഡിൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറഞ്ഞത്. ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ്. നമ്മൾ അറിയേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രാൻഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. പ്രാൻഡിൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR⁻1/3 എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ബൈ തെർമൽ ബൗണ്ടറി ലെയർ ആണ്. തീർച്ചയായിട്ടും തെർമൽ ബൗണ്ടറി ലെയർ തിന്നായിരിക്കണം. ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയറിനെക്കാളും തിന്നാണെങ്കിൽ മാത്രമാണ് പ്രാൻഡിൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 വരുള്ളൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 17th question, the temperature of a body of area 0.1 meter square is 900 Kelvin. The wavelength for the maximum monochromatic emissive power will be nearly. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. വീൻസ് ലോയ പ്രകാരമായിട്ട് ലാംഡ ഇൻറ്റു ടി ഈസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2898 മൈക്രോമീറ്റർ കെൽവിൻ ആണ്. അതിൽ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 900 കെൽവിൻ. അതിൽ നിന്ന് നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. വിൽ ഗെറ്റ് അറൗണ്ട് എ വാല്യൂ ഓഫ് 3.2 മൈക്രോമീറ്റർ ആയിരിക്കും കിട്ടുക. ബിൻ കാർഡ്സ് പ്ലേസ്ഡ്. ബിൻ കാർഡ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നമുക്ക് എവിടെയായിരിക്കും? സ്റ്റോർ റെക്കോർഡ്സിലായിരിക്കും ബിൻ കാർഡ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ PERT CPM PERT നിങ്ങൾ കേട്ടിട്ടുണ്ട്. PERT പ്രോബ്ലം optimistic time, most likely time and pessimistic times were given, then the expected time will be. expected time കണ്ടുപിടിക്കണം 4. അപ്പോൾ PERT എന്ന് പറഞ്ഞ ഒരു 3 ടൈം ഇൻസ്ട്രുമെന്റ് ആണ്. ഇതൊരു ഇവന്റ് ഓറിയന്റഡ് ടെക്നിക് ആണ്. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നാണ് PERTന്റെ ഫുൾ ഫോം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ TE is equal to T0 plus optimistic plus pessimistic plus 4TM/6 ആണ് വാല്യൂ. 2 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതുപോലെ തന്നെ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞ വേരിയൻസിന്റെ ഇക്വേഷൻ TP - 0 TC0 TO/6/whole square ആണ്. അതിന്റെ റൂട്ട് എടുത്താൽ വേരിയൻസ് കിട്ടും. 20th question is spur gear with 22 number of teeth and a 28 pitch circle diameter will have a circular pitch. സർക്കുലർ പിച്ചിന് ഇക്വേഷൻ ഉണ്ട്. πd/t എന്നാണ് ഇക്വേഷൻ. πd/t, പൈയുടെ വാല്യൂ 22/7 ആയിട്ട് എടുത്തു. സർക്കുലർ പിച്ച് ഈസ് ഈക്വൽ ടു πd/t ഈസ് ഈക്വൽ ടു 4 mm എന്നായിരിക്കും കിട്ടുക. 21 the widely employed computer architecture for CAD/CAM application. നമുക്ക് മെയിനായിട്ട് ഏത് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്? മെയിൻ ഫ്രെയിം ഉണ്ട്, മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം, അതുപോലെ തന്നെ വർക്ക് സ്റ്റേഷൻ ബേസ്ഡ് സിസ്റ്റം. നമ്മൾ യൂസ് ചെയ്യുന്ന CAD/CAMൽ വർക്ക് സ്റ്റേഷൻ ബേസ്ഡ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. 22 question, ഗേറ്റ് ഈസ് പ്രൊവൈഡ് ഇൻ മോൾഡ്. ഗേറ്റ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു പാസേജ് ആണ്. അത് ഫീഡ് ദ കാസ്റ്റിംഗ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ആണ്. അല്ല, കാസ്റ്റിംഗ് കോൺസ്റ്റന്റ് റേറ്റിൽ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. Then 23, what is the eutectic temperature for the iron carbon system? Eutectic temperature എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടെമ്പറേച്ചർ ആണ് യൂക്ടെക്റ്റിക്. അതുപോലെ തന്നെ യൂക്ടെക്ടോയിഡ്. യൂക്ടെക്ടോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 727 ആണ്. യൂക്ടെക്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1148 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അറിഞ്ഞിരിക്കേണ്ട ഒരു ആൻസർ ആണ്. യൂക്ടെക്ടോയിഡ് 727. പെരിടെക്റ്റിക് 1495. ഓക്കെ. ക്രിട്ടിക്കൽ പാത്ത് ഈസ് എ പാത്ത് അലോങ് വിച്ച്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഇസ് ഈക്വൽ ടു ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. എ പാത്ത് അലോങ് വിച്ച് LFT greater than EFT. എ നെറ്റ്വർക്ക് ഓഫ് ഷോർട്ടസ്റ്റ് പാത്ത് ആൻഡ് കൺസ്യൂംസ് മിനിമം ടൈം. ഫ്ലോട്ട് ഈസ് നോട്ട് 0. ഇപ്പൊ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഈക്വൽ ആകുന്ന പോയിന്റിനാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഷോർട്ടസ്റ്റ് പാത്ത് അല്ല, ലെങ്തിയസ്റ്റ് പാത്തിനാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ലേഔട്ട് ഈസ് സ്യൂട്ടഡ് ഫോർ.
correct product layout ഉണ്ട്, process layout ഉണ്ട്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോസസ് ലേഔട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രോസസ് ലേഔട്ട് ഫ്യൂ നമ്പർ ഓഫ് നോൺ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മെഷീൻസ് സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് കണ്ടിന്യൂസ് പ്രൊഡക്ഷനിലാണ് അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷനിലാണ്, പ്രൊഡക്റ്റ് ലേഔട്ടിലാണ് അത് വരുന്നത്. ഇത് പ്രോസസ് ലേഔട്ട് ആകുമ്പോൾ ഫ്യൂ നമ്പർ ഓഫ് നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റിൽ നോക്കിയിട്ടുള്ളത്. വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ചാനൽ നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, PSC പഠിക്കുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അതുപോലെ തന്നെ എല്ലാം ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.